ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്നൊരു നോർത്ത് ഇന്ത്യൻ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബട്ടർ നാൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ മൈദ എടുത്ത് വച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കാൻ. നമ്മളിവിടെ കടയിൽ നിന്ന് മേടിച്ചതാണ്. നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ പുളിയില്ലാത്ത തൈരുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അധികം പുളിയുള്ളതായിരിക്കരുത്. ഇത്രയും എടുക്കുക. പിന്നെ ചെറിയ ചൂടുവെള്ളം, ഓവർ ചൂട് പാടില്ല, വാം വാട്ടറാണ്. അത് ഒഴിച്ച് ചെറുതായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം 1 ടീസ്പൂൺ അളവ് വരുന്ന എണ്ണ അതുകൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. കുറേശ്ശെ ഇപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഒരല്പം എണ്ണ തേച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ബോളാക്കാം. ഒരുപാട് വലുപ്പത്തിൽ വേണ്ട, ഒരു മീഡിയം ടൈപ്പ്, ഈ ഒരു വലുപ്പം മതി നമുക്ക്. ഇങ്ങനെ നമുക്ക് ബോളാക്കി വയ്ക്കാം. നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം. അതിന് ഓവൽ ഷേപ്പിലെടുക്കുകയാണെങ്കിൽ ബട്ടർ നാൻ എല്ലാവർക്കും ആ ഓവൽ ഷേപ്പിൽ കാണുമ്പോൾ ഒരു പ്രത്യേക താല്പര്യം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ ഇതിനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിത് ഫ്രൈ പാനിലേക്ക് വയ്ക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ വെള്ളം ഒന്ന് തൂത്ത് കൊടുക്കണം. എന്നുവെച്ചാൽ പാനിലൊന്ന് ഒട്ടിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ലപോലെ എല്ലായിടത്തും ചെല്ലാൻ പാകത്തിന് വെള്ളം ഒന്ന് ഇങ്ങനെ തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെടുത്ത് ഫ്രൈ പാനിലേക്ക് പാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക, കാരണം അത് നമ്മൾ വിട്ടു വരാൻ സാധ്യതയുള്ളതുകൊണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നാൻ്റെ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കുക. സ്ലോ ഫയറിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കും, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ നാൻ നമുക്ക് കഴിക്കാം. നമ്മുടെ നാൻ ഇതുണ്ടോ വെന്ത് പതുക്കെ പൊള്ളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗവും നല്ലതുപോലെ വേവിച്ചെടുക്കണം. എല്ലാ ഭാഗവും നല്ലതുപോലെ വെളുത്ത് വരും. അതുവരെ ഇങ്ങനെ എല്ലാ സ്ഥലവും കാണിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ എല്ലാ സൈഡും നല്ലതുപോലെ വെളുത്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഈ ഫ്രൈ പാനെ ഇങ്ങനെ തിരിച്ചു പിടിക്കുക, തീ ഫുള്ളാക്കുക. എന്നിട്ടത് എല്ലായിടത്തും ഇതേപോലെ ഇങ്ങനെ തീ പൊടിക്കുക. ഒരു സ്ഥലത്ത് മാത്രമായിട്ട് വയ്ക്കരുത്, കരിയും. ഇങ്ങനെ എല്ലായിടത്തും ഒരേപോലെ ഇങ്ങനെ എത്താൻ പാകത്തിന് ഇതുണ്ട്. നമ്മുടെ ബട്ടർ നാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ, ഇതിലേക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ നാൻ റെഡി ആയിട്ടുണ്ട്. ഇതിനെ എന്നിട്ട് പതുക്കെ നമ്മൾ പതുക്കതാ വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. സൂപ്പർ ഐറ്റമാണ്. ബട്ടർ ചിക്കനോ ചിക്കൻ കുറുമയോ ചിക്കൻ കറിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ബൈ.